ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വെറും 10 മിനിറ്റിൽ അരിയോ ഉഴുന്നോ ഒന്നും അരയ്ക്കാതെ വെറും 10 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബൺദോശയാണ് റെഡിയാക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയും തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് റവയാണ്. നമുക്ക് വറുത്തതോ വറുക്കാത്തതോ ആയ റവ എടുക്കാവുന്നതാണ്. 1 കപ്പ് റവ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തേക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ്. പുളിയുള്ള തൈരാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മാത്രം മതി. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇത് നമ്മൾ സാധാരണ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ തൈരും റവയും എല്ലാം കൂടി ഡയറക്റ്റ് തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാവുന്നതാണ്. പക്ഷെ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഈ ജാറിൻ്റെ ബ്ലേഡ് ചിലപ്പോൾ കറങ്ങാതെ വരും കേട്ടോ. അങ്ങനെ ഈ ജാറ് കേടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ മഷി പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടാണ് നമ്മളിത് അരച്ചെടുത്തേക്കുന്നത്. ദോശമാവിനേക്കാളിൽ കുറച്ചുകൂടി തിക്കായിട്ടാണ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. കാരണം റവ ആയതുകൊണ്ട് തന്നെ ഇതൊന്നുകൂടി ഒന്ന് കുതിർന്ന് വരും. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് 10 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. ആ നേരം കൊണ്ട് തന്നെ നമുക്ക് ഇതിനായിട്ടുള്ള ഒരു വറവ് തയ്യാറാക്കാം. ഒരു പാനിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ ഉഴുന്നാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പെട്ടെന്നൊന്ന് വഴണ്ട് വരുന്നതിന് വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതേ രീതിയിൽ തുറന്ന് വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. ഇതിന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കണം. അപ്പം ഞാനിതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. നമുക്ക് ഈ ഒരു കടായിൽ തന്നെയാണ് ഇനി ചട്നി തയ്യാറാക്കേണ്ടത്. ഇനി ഇതേ കടായിൽ തന്നെ 2 ടീസ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് ചേർക്കേണ്ടത് ഉഴുന്നാണ്. 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഉഴുന്നൊക്കെ നന്നായിട്ടൊന്ന് കളറ് മാറി വന്ന ശേഷം ഇതിലേക്ക് ചേർക്കുന്നത് സവാളയാണ്. ഒരു മീഡിയം സൈസിലുള്ള സവാള അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ 2 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി 2ആയിട്ടൊന്ന് കീറി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് ഇതും കൂടി നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ് കേട്ടോ. വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു ചട്നിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് അത്യാവശ്യം വഴണ്ട് വന്നപ്പം ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയുടെ പച്ചമുളകൊക്കെ മാറി വരുമ്പം ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. ഒരു ചെറിയ തക്കാളി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 പിടി മല്ലിയില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. എന്നിട്ട് നമുക്കിത് തണുത്ത് വരുമ്പോഴേ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോഴേ ചെറിയ ചൂടുവെള്ളം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ആ ഒരു നേരം കൊണ്ട് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് നല്ല രീതിയിലൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ മാവ് കണ്ടു കഴിഞ്ഞാൽ റവയാണെന്നേ പറയില്ല. നമ്മൾ അരിയും ഉഴുന്നും അരച്ച് വെച്ചാണെന്ന് തന്നെ പറയും കേട്ടോ. അതേ രീതിയിലൊന്ന് നല്ല രീതിയിലൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എപ്പോഴും അരച്ച് വെക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ വേണം. കാരണം റവ ആയതുകൊണ്ട് തന്നെ ഇത് തിക്കായിട്ട് വരും. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ വറവ് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ചൂടോട് കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ഈ വറവിലും നേരത്തെ ഈ മാവിലും ഒക്കെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ചേർക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഞാൻ എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ ചേർക്കാവൂ, ഒരുപാട് ചേർക്കരുത്. ഈ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബൺദോശ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും, ഉള്ളൊക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഈ ബേക്കിംഗ് സോഡ എങ്ങും കട്ട പിടിച്ചിരിക്കില്ല കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്ത ശേഷം പിന്നീട് നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അന്നേരം തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി ഞാനൊരു അപ്പച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചേക്കുന്നത്. നമ്മൾ ബൺദോശ തയ്യാറാക്കുന്നതിന് വേണ്ടി കുഴിയുള്ള ഒരു പാത്രമാണ് എടുക്കേണ്ടത് കേട്ടോ. നമ്മുടെ വീട്ടിലെ കടുക് താളിക്കാൻ എടുക്കുന്ന ആ ഒരു കടായി ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതിൽ നല്ല കുഴിയുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ അപ്പച്ചട്ടിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് ഇതാ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവ് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1.5 തവി മാവ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്ത ശേഷം ഇതൊന്നും പരത്താനൊന്നും പാടില്ല. ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് നമുക്ക് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. തീ കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉള്ളൊക്കെ വെന്ത് നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കത് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് തുറക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്, ഉള്ളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറു സൈഡും ഇതേപോലെ തന്നെ അടച്ചു വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. ഇപ്പോൾ ദാണ്ട 1 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. 2 സൈഡും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി മുരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്കിനി ബൺദോശ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അരിയും ഉഴുന്നും ഒന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല. അരി ഉഴുന്നും അരയ്ക്കാതെ 10 മിനിറ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ഒരെണ്ണം കൂടി നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി പെട്ടെന്ന് തന്നെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ നമ്മുടെ ചട്നി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളവും ഉപ്പും കൂടി ചേർത്താണ് അരച്ചെടുത്തിട്ടുള്ളത്. കുറച്ച് തിക്കായിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിലും ലൂസായിട്ടാണ് ചെയ്തെടുക്കേണ്ടതെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. നല്ല സൂപ്പർ ടേസ്റ്റ്, നല്ല വെറൈറ്റി ടേസ്റ്റിലുള്ള ചട്നിയാണ്. അതേപോലെ തന്നെ നമ്മുടെ ബൺദോശയും നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെറിയ ചൂടോടുകൂടി കഴിക്കുക. നമുക്കിത് കഴിക്കുന്നതിനായിട്ട് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. കാരണം നല്ലൊരു വറവൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. വെറുതെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഉള്ളൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.